ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ഇവിടെ സ്വന്തം കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇന്ന് നമ്മളുള്ളത് പനമ്പള്ളി നഗറാണ്. കൊച്ചിയുടെ ഒരു പ്രൈം ഏരിയ. നമ്മുടെ ഇന്റീരിയർ അസോസിയേറ്റ് പാർട്ണർ നമ്മൾ പലപ്പോഴുമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ബ്ലൂ വേവ്. ബ്ലൂ വേവ് എന്ന ബ്രാൻഡ് ഞങ്ങൾ കൊച്ചിയിലേക്ക് ഇപ്പം ഒരു ഹെഡ് ഓഫീസായിട്ട് ഇങ്ങോട്ട് പുതിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് വന്നു. അപ്പം ഞാൻ മാത്രമല്ല, ഇന്ന് നമ്മളിവിടെ ടിജോയുണ്ട്. ഹായ് ടിജോ, നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ കോട്ടയത്ത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഓഫീസാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടുതൽ സർവീസുകൾ കൊടുക്കാനും. ഓഫീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓഫീസിന്റെ വിശേഷങ്ങള്, ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 3D ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആ 3D അപ്രോച്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ഇമാജിനറി ഒരു ഫിക്ഷൻ ഇമേജ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇന്റീരിയർ സെഗ്മെന്റ് വരുമ്പോൾ ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി അതിന്റെ ഇംപ്ലിമെന്റേഷൻ പോസിബിൾ ആയിരിക്കും. അതിന്റെ പ്രാക്ടിക്കാലിറ്റി പോസിബിൾ ആയിട്ടുള്ള ഡ്രോയിങ്ങിലേക്ക് നമ്മൾ ക്ലയന്റിന്റെ റിക്വയർമെന്റും ബഡ്ജറ്റും കൂടെ മർജ് ചെയ്ത് ആ പാറ്റേണിൽ വേണം നമ്മൾ ഡ്രോ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ഡ്രോയിങ്, ഓരോ വാൾസും, ഓരോ റൂമെന്നല്ല, ഓരോ റൂമിലെ ഓരോ വാൾസും എങ്ങനെ ഹൈലൈറ്റ് ചെയ്താണ് ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് സൈറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് ഈ ഓഫീസിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോയിരിക്കുന്നതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ സ്പേസ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകരിക്കപ്പെടും ഈ വീഡിയോ. മാത്രമല്ല, ഞങ്ങളുടെ ബ്ലൂ വേവിന്റെ ഒരു ഓഫീസ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് റിസപ്ഷൻ ഏരിയയിലാണ്. റിസപ്ഷൻ ഏരിയ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. റിസപ്ഷൻ ഏരിയയിൽ ഒരു റിസപ്ഷൻ ടേബിള്, ചെയറും മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു വെയിറ്റിംഗ് ലോഞ്ചും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വോള് കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൊളോണിയൽ പാറ്റേണിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. WPC ആണോ? മൾട്ടിവുഡിൽ PU ചെയ്തിരിക്കുന്നത്. ഓക്കെ. മൾട്ടിവുഡ് നമ്മൾ ഗ്രൂവ് കൊടുത്തിട്ട് ആ ഗ്രൂവില് ഫുള്ളായിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. ഫുള്ളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിരിക്കുന്നത്, PU സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓട്ടോമേഷന് ഗ്രൂ അടിച്ച് പെയിന്റ് ഓട്ടോ പെയിന്റ് അല്ലേ ഓട്ടോ പെയിന്റ്. ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നതിന് ഈ ഒരു വോള് ജസ്റ്റ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കളർഡ് ഗ്ലാസ് ഉണ്ട്, അതുപോലെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഉണ്ട്, പ്ലാൻല ഗ്ലാസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് കൊടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ടീക്കിന്റെ വുഡ് തൊട്ട് റീപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ ടൈം തന്നെ ഒരു സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ പ്ലാനിങ് ഉണ്ടാവും. ആ ഒരു സ്പേസ് പ്ലാനിങ്ങിനകത്തും അതിന്റെ ഓരോ വോളും എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഫസ്റ്റ് ഇനിഷ്യൽ മീറ്റിംഗിൽ തന്നെ, അല്ലെങ്കിൽ ഇനിഷ്യൽ ഡിസ്കഷൻ തന്നെ നമ്മുടെ ടീമുമായിട്ട് ഇരുന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിന് ഒരു പേസ്റ്റൽ തീം കൊടുത്തിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ തീമാണ്. ഫർണിച്ചേഴ്സിന്റെ ഫാബ്രിക് ഉൾപ്പെടെ വാൾസിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബോർഡ് അവിടെ കൊടുത്തിരിക്കുന്നു, ലോഗോ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു അല്ലെ. ഇവിടെ നമ്മള് എല്ലാ ഓഫീസുകളിലും ആ ഒരു റിസപ്ഷൻ എന്നുള്ളത് ഹൈലൈറ്റ് പോർഷനാണ്. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പനി ലോഗോ, കമ്പനി നെയിം ഒക്കെ മെയിൻലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ റിസപ്ഷൻ. അപ്പൊ അവിടെയാണല്ലോ നമ്മള് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് വെൽക്കം ചെയ്യുന്ന. അപ്പൊ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇവിടെ നമ്മൾ പേസ്റ്റൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ തന്നെ ഇവിടെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യണമെന്ന് തോന്നി, ആഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഇതിന്റെ ഇത് മറ്റൊരു സ്ഥലത്ത് ശരിക്കും മാനേജേഴ്സ് ലോഞ്ചിൽ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേസ്റ്റ്, ഒരു മിച്ചം വന്നൊരു പോർഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് ഒന്ന് കണക്ട് ചെയ്ത് പിന്നീട് കാണിക്കാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് WPC ഫ്ലൂട്ടഡ് ലൂവേഴ്സ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത് അല്ലെ. അതെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പോർഷനെ അതിന്റെ കൂടെ ഒരു ലൈറ്റ് ഗ്രേ ആണ് ലാമിനേറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നീട് അതിന് മേളിലേക്ക് നമ്മളൊരു ഗോൾഡൻ പ്രൊഫൈൽ കൊടുത്ത് ആ ഒരു പോർഷനെ മൊത്തത്തിലൊന്ന് ഒരു ക്രോസ് ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി സംസാരിച്ച പോലെ PU ഫിനിഷിലുള്ള, അതായത് നമ്മൾ MDF ചെയ്തിരിക്കുന്ന ഒരു PU വർക്കാണത്. അതായത് മെയിൻ ആയിട്ട് ഹൈലൈറ്റിംഗ് അല്ലെങ്കിൽ വാൾ ഡീറ്റെയിലിംഗിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെസിഡൻഷ്യലാണെങ്കിലും കൊമേഴ്ഷ്യലാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എലമെന്റുകളും ഈ പറഞ്ഞ പോലെ ഈ ഒരു പാനലിംഗ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു കൊളോണിയൽ തീം റെസിഡൻഷ്യലിനകത്ത് ഇന്റീരിയർ പ്രൊഫൈലിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇവൻ ഈ ഗ്ലാസിന്റെ വർക്കാണെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ പ്രോജക്റ്റുകളിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇപ്പൊ നമ്മള് ഇരിക്കുന്നത് ശരിക്കും ഇതിന്റെ ഒരു കോമൺ ഒരു ലോഞ്ചാണ് അല്ലേ, ഒരു പാസേജ് ആണ്.
ട്രാഫിക് ഏരിയ ആണ്, എല്ലായിടത്തോട്ടുള്ള ജംഗ്ഷനാണ്. അതെ. ഈ ഒരു സ്പേസ് ആണെങ്കിലും ഡിസൈൻ ചെയ്തപ്പോ ഇപ്പൊ നമുക്ക് കോട്ടയത്തെ ഓഫീസിൽ എനിക്ക് തോന്നുന്ന ഒരു 400 സ്ക്വയർ ഫീറ്റ് സ്പേസേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ സ്പേസ് ലിമിറ്റ് നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആ 400 സ്ക്വയർ ഫീറ്റ് നമ്മൾ എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ബിഗ് ഗ്രൗണ്ട് ആയിരുന്നു. അതെ. അപ്പൊ അതില് ഈ ഒരു സ്പേസ് വന്നപ്പോ നമ്മൾ ഓരോ ഏരിയ നമുക്ക് ഏതൊക്കെ റൂമുകൾ വേണം, അത് ഇപ്പം മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ അത് തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു എന്ത് ഓറിയന്റ് ചെയ്താണോ നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് വേണം അതിന്റെ ലോഞ്ചുകളും മറ്റു കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. അതായത് റിനോവേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്പേസ് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് ഈ ഒരു മെയിൻ ട്രാഫിക് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ നമുക്ക് രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന്, ഈ ഓഫീസിന്റെ എല്ലാ മേഖലയിലേക്കും പോകുന്ന, ഈ ഓഫീസിന്റെ എല്ലാ ഏരിയക്കും പ്രൈവസി കൊടുക്കുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. അതെ, എല്ലായിടത്തേക്കും ഒന്ന് പാസ് ചെയ്ത് പോകുന്ന ഒരു ജംഗ്ഷൻ. സെയിം ടൈം അതിനെ മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ്, അതായത് പുതിയ മെറ്റീരിയൽസുമായിട്ട് വരുന്ന സപ്ലയേഴ്സ് ഉണ്ടാവും, പുതിയ ഇൻട്രൊഡക്ഷൻ വേണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിപ്പം ഇപ്പോഴത്തെ മാർക്കറ്റിൽ പല ട്രെൻഡിങ് മെറ്റീരിയൽസും ഡേ ബൈ ഡേ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസുമായിട്ട് വരുന്ന എക്സിക്യൂട്ടീവ്സ്, അപ്പൊ അവർക്ക് ഡിസൈനേഴ്സും അതിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊരു സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മളെ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ്, അപ്ഡേറ്റ്സ്, പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇന്റീരിയർ ഫ്രെയിമിന് അതിനൊരു സ്പേസ് അത്യാവശ്യം. അവരെ ഇരുത്തി സംസാരിച്ചിട്ട് ഇപ്പം ജസ്റ്റ് റിസപ്ഷനിൽ വന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പോകുന്ന കാര്യമില്ല. ആ മെറ്റീരിയൽ അവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് അത് വ്യക്തമായിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സിന് മനസ്സിലാവണം, ഡിസൈനേഴ്സിന് മനസ്സിലാവണം, ഈവൻ മാനേജേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും നാളെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇവൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ 3D ഡിസൈൻ ഉൾപ്പെടെ ചെയ്തു പോകുമ്പോൾ പ്രൊഡക്റ്റ് ബേസിൽ തന്നെ ചെയ്ത് വേണം പോകാനായിട്ട്. അല്ല ഡിസൈന് നമ്മള് ഒരു ഫിക്ഷൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങി തപ്പിക്കഴിയുമ്പോൾ സാധനം കിട്ടാതെ വരിക, അതിന് കോസ്റ്റ് സോഴ്സ് ചെയ്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ കോസ്റ്റ് ഓവർ ആയി പോവുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് കൈ നിൽക്കത്തില്ല. അപ്പൊ അതിന് ബെറ്റർ ആയിട്ട് ഈ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആദ്യം തന്നെ നമ്മൾ ഓഫീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് നമ്മൾ സർവീസിൽ നിന്ന് നമ്മുടെ ഡിസൈനേഴ്സ് ഉൾപ്പെടെ അത് കണ്ടറിഞ്ഞു പോകണം, അവരറിയണം. കാരണം അവരറിഞ്ഞെങ്കിലുള്ള ബാക്കിയുള്ള ഇപ്പൊ ഇതിന്റെ ഫീഡ്ബാക്കിൽ എന്താ അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്താണ്, അതിനെ കുറിച്ചൊക്കെ അവർ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ 3D കാണുന്ന പോലെ എക്സാക്ട്ലി നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അതിന്റെ റേറ്റ് കാരണം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്ക് ഇതൊരു പാസേജ് ഏരിയ ആയതുകൊണ്ട് പാസേജ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു മൊറോക്കൻ ഡിസൈൻ അല്ലേ. അതിനുശേഷം പിന്നെ അപ്പുറത്തേക്ക് ഉള്ള മാനേജർ റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റുഡിയോ ആയിക്കോട്ടെ ഡയമണ്ട് ഷേപ്പിലേക്ക് ആക്കിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഓരോ ഏരിയയും നമ്മളത് ഫോക്കസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മള് 2x2 ടൈല് മാർക്കറ്റിൽ ഔട്ടായി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം 2x2 അതിന്റേതായ രീതിയിൽ ഇന്നും യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പ് പ്രത്യേകിച്ച് 2x2 അല്ലാതെ ഒന്നിനും ചെയ്താൽ അതിന്റെ ഒരു എഫക്ട് കിട്ടില്ല. പല സ്പേസിൽ നമുക്ക് ആവശ്യങ്ങളുണ്ടാവും. 2x2 ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് ഔട്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഈ ഓഫീസിന്റെ അടുത്ത പോകാൻ പോകുന്നത് സ്ട്രാറ്റജി ഹബിലേക്കാണ് പോകുന്നത്. എന്താ സ്ട്രാറ്റജി ഹബ്? സ്ട്രാറ്റജി ഹബ് മീൻസ് തന്ത്രങ്ങൾ മെനയുന്ന ഒരു സ്ഥലം എവിടെയാണ്? ഇതിന് മെയിൻ ആയിട്ട് ആ ഒരു അങ്ങനെ റീനെയിം ചെയ്യാൻ കാരണം നമ്മൾ എല്ലായിടത്തും ഓഫീസുകൾ കോമൺ ആയിട്ട് കാണുന്നതാണ് കോൺഫറൻസ് റൂം, മാനേജർ ക്യാബിൻ, ഡയറക്ടർ ക്യാബിൻ, സെയിൽസ് റൂം, അങ്ങനെയൊക്കെ കോമൺ പേരുകളാണ് അറിയപ്പെടുന്നത്. അപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ആദ്യം ആ ഒരു ഇതിന്റെ പ്രിന്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഐഡിയ തോന്നി. എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു പേരാണ് ഇങ്ങനത്തെ കോൺഫറൻസ് റൂം. സോ അതിനൊരു വേരിയേഷൻ വേണം, അത് ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ക്യാബിനുകളിലും ഡിഫറെന്റ് പേരുകളിലാണ്. അതെ. അപ്പൊ അതൊരു ഫസ്റ്റ് വൺ നമ്മുടെ കോൺഫറൻസ് റൂം. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ വാഷ്റൂം തപ്പി പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. വാഷ്റൂമിന് കൊടുത്തിരിക്കുന്ന പേരെന്തായിരുന്നു? ലെക്സ് വാഷ്റൂം. ഓക്കെ. അതിന്റെ കൂട്ടത്തില് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കണ്ടായിരുന്നു. എനർജി ആവണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് എനർജി ഹബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ട്രാറ്റജി ഹബിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പരമപ്രധാനമായ തന്ത്രങ്ങളെല്ലാം ടീമുമായിട്ട് മെനയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്ട്രാറ്റജി ഹബ് എന്ന് പറഞ്ഞത് ശരിക്കും മീറ്റിംഗ് റൂമാണ്. അതുപോലെ ക്ലയൻസ് വന്നാലും നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ പ്രൊജക്ടുകൾ, അതായത് ഡിസൈൻസ് സംബന്ധമായ കാര്യങ്ങളാണ് കസ്റ്റമറെ സ്ക്രീനിൽ നമ്മുടെ ഓൺ ഗോയിങ് ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ക്ലയൻസിന്റെ കൂടുതൽ നമ്മൾ ഒന്നെങ്കിൽ ഫിസിക്കൽ മീറ്റിംഗ് ആയിരിക്കും കുറച്ചൊരു കൺവീനിയന്റ്. ഇപ്പം NRIs ഒക്കെ ആണെങ്കിൽ തീർച്ചയായും സൂമേ പറ്റത്തുള്ളൂ. അപ്പോൾ നാട്ടിലുള്ള ക്ലയൻസ് ആണെങ്കിൽ തീർച്ചയായും ഒരു കോൺഫറൻസ് റൂം അല്ലെങ്കിൽ ഒരു ലൈവായിട്ട് ഫിസിക്കലായിട്ട് സംസാരിക്കുന്നതും ഫിസിക്കലായിട്ട് വന്നതിന്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ച്
മെയിൻ ആയിട്ട് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പർപ്പസിലാണ് നമുക്ക് കോട്ടയത്തെ സംബന്ധിച്ച് അവിടെ നമുക്ക് ആ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫസ്റ്റ് ഫോക്കസ് കോൺഫറൻസ് റൂം ആയിരുന്നു. മെയിൻ ആയിട്ട് വേണം എന്നുള്ളൊരു ഫോക്കസ് അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ആംബിയൻസോട് കൂടി ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് നല്ലൊരു ആംബിയൻസിൽ അവരെ ഒന്ന് വെൽക്കം ചെയ്യുന്നതിനോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അവരെ ഒന്ന് ഇരുത്തി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. പ്രസന്റേഷൻ എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ്, ആദ്യത്തെ മര്യാദ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഇവിടെ വരുമ്പോഴാണെങ്കിൽ പോലും ഒരു ഫീലിംഗ്, അതൊരു കാം ആൻഡ് ക്വയറ്റ് ഒരു ആംബിയൻസ് ഇവിടെ ഫീൽ ചെയ്യണം. ഇതിപ്പോ പനമ്പള്ളിയാർ ഒരു കൊച്ചിയിലെ ഒരു സെൻട്രൽ പോർഷൻ ആണെന്ന് പറഞ്ഞാലും ശരി, പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് ഈ ഏരിയ തന്നെ. നമ്മൾ ഇതിനകത്തേക്ക് ഇന്റീരിയറിലേക്ക് കയറുമ്പോഴല്ല, ഇതിന്റെ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞാലും ശരി, നല്ല ഒരു കാരണം തൊട്ടപ്പുറത്ത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ മെയിൻ റോഡ് ഉണ്ട്. പക്ഷെ ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അത് മെയിൻലി ഗ്ലാസ് വർക്ക് എല്ലാം ഒന്ന് എയർ ടൈറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ സൈലന്റ് ആയി. അതിന്റെ ഒരു വർക്കിന്റെ ക്വാളിറ്റിയും ഫിനിഷിങ്ങും ഫിറ്റ്മെന്റും ശരിക്കും കറക്റ്റ് ഒന്ന് അക്യുറേറ്റ് ആയിട്ട് അതിന്റെ വർക്ക്മാൻഷിപ്പ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇന്റീരിയർ ആംബിയൻസ് അതുപോലെ കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ നമുക്ക് കറക്റ്റ്. കൊമേഴ്ഷ്യൽ സ്പേസ് നോക്കുന്നവർക്കാണെങ്കിൽ പോലും ഒരു ഓഫീസ് സ്പേസുകൾ അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് വേണ്ട ഒരു കോൺഫറൻസ് റൂമുകളാണ്. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ബേസ് ചെയ്ത് നമുക്ക് ഈ ഉള്ള ലിമിറ്റേഷനിലാണ് നമ്മൾ ഇത്രയും 6 നമ്പേഴ്സ് ആണ് സീറ്റിംഗ്. നമ്മൾ ഇതിന്റെ ഹൈലൈഷൻ തന്നെ ലിമിറ്റഡ് സ്പേസിൽ എല്ലാം ഉൾക്കൊള്ളിച്ച് പോവുക എന്നുള്ളത് തന്നെയാണല്ലോ. ഇവിടെ സീറ്റിംഗ് വന്നിരിക്കുന്ന ഒരു 6 സീറ്റർ ആണ് അല്ലേ. ഫോർ ദ എമർജൻസി 1 more സീറ്റ് ഇരിക്കാൻ അക്കോമഡേറ്റ് ചെയ്യുക. ആൻഡ് ഈ വോള് നമ്മൾ ഹൈലൈഷൻസ് പോയിരിക്കുന്നത് അത് മെയിനായിട്ട് നമ്മുടെ MDF ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. MDF ലാമിനേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ബാഗിൽ നമ്മൾ ആ ഒരു CNC ചെയ്തു. ആ ഒരു ഫ്ലോറൽ പാറ്റേൺ നമ്മൾ അഡോൺ ചെയ്തു. വൈറ്റ് ഒരു ഗ്ലോസി ലാമിനേറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ചിന്റെ പൈപ്പ് നമ്മൾ അതൊരു ആക്ച്വലി അതൊരു ടെക്സ്റ്ററിൽ തന്നെ നമ്മൾ ഗ്രൂവ് കൊടുക്കാൻ വേണ്ടി അത് പ്ലാൻ ചെയ്തു. പിന്നീട് നോക്കിയപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ലൈറ്റ് ഫീലിംഗ് കിട്ടാനായിട്ട് ഡിഫറൻസ് വന്നപ്പോൾ നല്ല രസമുണ്ട്. ഒരു സാൻഡ് തീമില് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലേക്കാണ് നമ്മൾ ആ ഒരു ജിയുടെ ഗ്രില്ല് കൊടുത്ത് ആ ഒരു പോർഷനും നമ്മൾ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റും കൊടുത്ത് മേളിലേക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് സെയിം ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും ബോട്ടത്തിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു. പിന്നെ ഏതുമായിട്ട് തീം ആവുന്ന പോലെ ആ ഒരു തീം മൊത്തത്തിൽ മാച്ച് ആവുന്ന പോലെ അതിന് പറ്റിയ തീമിലുള്ള കോൺഫറൻസ് ടേബിള്, പിന്നെ അത് കാർപ്പറ്റ് ഫ്ലോറിംഗ് കൊടുത്തിട്ടാണ്. പിന്നെ ടിവിയുടെ വോള്, ഹൈലൈറ്റഡ് വോള് ഇത് നമ്മള് ലാമിനേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഗോൾഡൻ പ്രൊഫൈലൂടെ അഡോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്രീൻ കംപ്ലീറ്റ്ലി അതൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ഹൈലൈറ്റിന്റെ മെറ്റൽ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഒത്തിരി ഒരു ഹെവി ലൈറ്റിംഗ് കൊടുത്തിട്ടില്ല. ഒരു മൂഡ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം മെയിൻ ആയിട്ട് നമുക്ക് കോൺഫറൻസ് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളാണ്. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്ടിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മള് ബാക്കിയുള്ള റൂംസിലെ തീമുകളും ലൈറ്റിംഗ് ആണെങ്കിലും കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മള് നിൽക്കുന്നത് കൊറിഡോർ പാസേജ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത ഹബ് ഏത് ഹബ്ബാണ്? ലീഡർഷിപ്പ് ഹബ്. അതായത് ഇതിന്റെ ഓൾ ഇൻചാർജ് ആയിട്ട് വരുന്ന ഒരു മാനേജറുടെ ഓഫീസാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇത് വേൾഡ് വൈഡ് നമ്മുടെ ബ്ലൂ വേവ്, ഈ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന എല്ലാം ബ്ലൂ വേവ് പോകാനുള്ള സ്ഥലങ്ങളാണ് അല്ലെ? അതാണോ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വേൾഡ് മാപ്പിന്റെ കോൺസെപ്റ്റ് ഇവിടെ വെച്ചതിന്റെ മെയിൻ റീസൺ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് എങ്ങോട്ടാണെന്നുള്ളത് തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ മേ ബി വിതിൻ ഇയേഴ്സ് നമ്മൾ ദുബായിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ദുബായിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. നമ്മൾ കുറെ നാളായിട്ട് അതെ. അപ്പൊ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ വേൾഡ് മാപ്പിനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഉള്ള ചെറിയൊരു ക്യാബിനാണ്. ആ ചെറിയ ക്യാബിനെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നതും ഈ ഒരു വേൾഡ് മാപ്പ് കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കോൺസെപ്റ്റ് തന്നെ. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ആ ഒരു ഡാർക്കിന് ഒരു ഐവറി ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് പോയിരിക്കുന്നത്, അതും WPC കൊടുത്തിട്ട് ഫ്ലോട്ടഡ് ഡിസൈൻ ആണ് അല്ലെ. പിന്നീട് അതിന്റെ ടോപ്പിലും ബോട്ടത്തിലും ഒരു ഗ്രേ കളേർഡ് സാൻഡ് ഫിനിഷ് ഉള്ള ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. ഒരു വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഓഫീസ്. ഇത് പറഞ്ഞ ഇവിടെ ഈ സൈഡും ഒരു സാൻഡ് ടെക്സ്ചറിലാണ് നിൽക്കുന്നത് അല്ലെ. നല്ല ടെക്സ്ചറുകളൊക്കെയാണ്. അതിന് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ സിമെന്റേരിയസ് ഫിനിഷ് ആ ഒരു തീമിൽ നല്ല വുഡൻ കോമ്പിനേഷൻ. നമ്മുടെ വിനീറാണ്. വിനീറിൽ പോളിഷ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ചേഴ്സ് എല്ലാം തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന വിനീറാണ്. ഓക്കെ. എല്ലാം
കംപ്ലീറ്റ്ലി ആർക്കിടെക്ചർ വിനീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് ആക്ച്വലി ഇതിന്റെ നമ്മുടെ ലീഡർഷിപ്പ് ഹബ് എന്ന് പറഞ്ഞാൽ മാനേജർ ക്യാബിനാണ്. മാനേജർക്ക് നമ്മുടെ ബാക്കിയുള്ള കൊളീഗ്സിനെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിഷൻ പാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലീഡർഷിപ്പ് ഹബ്ബ് മാനേജേഴ്സ് ക്യാബിനിൽ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ് വരുന്ന ക്രിയേറ്റീവ് നെക്സസ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് നെക്സസ് മീൻസ് ഡിസൈൻസ്, ക്രിയേറ്റിവിറ്റി, അതായത് ക്രിയേറ്റിവിറ്റി കണ്ടെത്തുക, ഡിസൈൻസ് ഡെവലപ്മെന്റ് ഹബ്ബ്. അതിനാണ് പ്രോജക്ട് മാനേജ്മെന്റ് അല്ല, ജസ്റ്റ് ഡിസൈനിങ്. നോർമലി നമ്മൾ പറയുന്ന സ്റ്റുഡിയോ റൂം എന്നൊക്കെ പറയാം. അപ്പൊ അതിന് പകരം ക്രിയേറ്റീവ് നെക്സസ്, ക്രിയേറ്റിവിറ്റി ആണല്ലോ മെയിൻ ആയിട്ടുള്ള എഞ്ചിനീയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ. സോ അതിന് ക്രിയേറ്റീവ് നെക്സസ് എന്നുള്ളൊരു നെയിമിംഗിലാണ് ബഡ് ചെയ്തിരിക്കുന്നത്. സോ നോക്കാം. ഇതിന് കയറി വരുമ്പോൾ ഒരു യെല്ലോ തീം കൊടുത്തിട്ടുണ്ട് അല്ലേ? തന്നെ ഇത് നോർമലി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചെയർ ബ്ലാക്ക് കളറാണ്, എല്ലാവരും ഓഫീസ് ചെയർസ് കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് യെല്ലോ കളറിൽ അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തു. അതിനുശേഷം ആ ഒരു വാൾപേപ്പർ ആണെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ്, അതായത് നമ്മുടെ നോർമലി ബ്രഷ് ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, കോമ്പസ്, പല എലമെന്റ്സ് കൊടുത്തിട്ടാണ് ആ വാൾപേപ്പർ കസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് 5 കൊളീഗ്സിന് 5 പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സ്പേസ് എടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ടാണ് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസിന്റെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, ലാമിനേറ്റ് സെലക്ഷൻസ്, അതിന്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാമിനേറ്റ്സിന്റെ കളേഴ്സും സെലക്ഷൻസും എല്ലാം. സോ അതിന്റെ ഒരു സ്റ്റോറേജും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒട്ടും കൺജഷൻ ഇല്ല. 5 പേർക്ക് ഇത്രയും ഇതിൽ അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോഴത്തേനെ നന്നായിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ കോമൺ ലോബി ഏരിയന്ന് ഈ പാസേജ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പാൻട്രി ഏരിയയിലേക്കാണ്. പാൻട്രി മീൻസ് എനർജി ഹബ്. യെസ്, അത് എനർജി ഹബ് ആണ്, പാൻട്രി അല്ല, എനർജി ഹബ്. അതുപോലെ ഇതിന്റെ വോൾ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ഒരു പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഫിനിഷ്, ഒരു സിമന്റേനിയസ് ഫിനിഷ് ആണ്. ശരിക്കും ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ? നമ്മുടെ പക്കാ സിമെന്റ് ആയിട്ടുള്ള ഒരു മാച്ചിങ് കിട്ടുന്ന കോൺക്രീറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മള് ഗ്രൂവ് കൊടുത്തിട്ട് അതിൽ ആ ഒരു ഗ്രേ ഇനാമലുടെ ഹൈല കൊടുത്തിട്ട് ആ ഒരു പോർഷൻ, അതായത് ആ ഒരു ഗ്രൂവ് കാണാതിരിക്കാനായിട്ട് ഇതിന്റെ ഇൻസൈഡ് റീബോർഡ് ആണ്. അപ്പൊ ആ ഒരു കറക്ഷൻസ് വരുത്താനായിട്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് ഈ ഒരു ഇനാമൽ ഗ്രേ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ഇനാമൽ ഗ്രേ ഷെയ്ഡ് ഗ്രൂവ് മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഇൻസൈഡില് സിമെന്റ് ബോർഡ് കൊടുത്തേക്കുന്നത്. അതിന്റെ വിസിബിലിറ്റി ഉണ്ടാകാതിരിക്കാനായിട്ട് ഇനാമലിന് നമ്മളൊരു ലൈനിങ് കൊടുത്തു. പിന്നെ ഇതുപോലെ സ്ലൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് ഹാങ്ങിങ് ആണ്. ഇത് ഫ്ലോറിൽ ട്രാക്ക് ഇല്ല, ടോപ്പിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. ഹാങ്ങിങ് ടൈപ്പ് ആണ്. അപ്പോൾ അത് വളരെ കൺവീനിയന്റ് ആയിരിക്കും. നമുക്ക് പാസ് ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പം, വളരെ സ്മൂത്ത് ആയിട്ട് അത് ക്ലോസ്ഡ് ആയിട്ട് ഇരുന്നോളും. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാൻട്രി ഏരിയ. ഇവിടുന്ന് ഈ പാസേജ് വഴി തന്നെ നടക്കുക. കാരണം പാസേജ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊറോക്കൻ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് വരുമ്പോ നമ്മുടെ ക്ലയന്റ് ലോഞ്ച് ഇവിടേക്കാണ്. നമ്മുടെ ക്ലയൻസും എല്ലാമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, സെയിൽസ്, മറ്റു കാര്യങ്ങളെല്ലാം ഒരു പ്രസ്ഥാനത്തിന്റെ കാതലായിട്ട് ഉള്ള ഒരു ഏരിയ ആണ് സെയിൽസ് ബ്രെയിൻ എന്ന് പറയാം, മെയിൻ ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഈ ഒരു ഏരിയ കൊണ്ട് നമ്മൾ അവിടെ 2 പേർക്ക് സെയിൽസ് ടീമിൽ 2 പേർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ വോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വോള് നമ്മള് സീത്രൂ ആയിട്ട് തന്നെ അവിടെ ഇങ്ങോട്ട് വിസിബിലിറ്റി കിട്ടുന്ന പോലെ പിന്നീട് ആ ഒരു വോള് നമ്മളെ ഗ്രേ, അതായത് നമ്മൾ ആ ഒരു പാസേജിൽ കണ്ട സെയിം ലാമിനേറ്റ് തന്നെ കൊടുത്തിട്ട് അത് ടൈപ്പിലാണ് അതിന്റെ ഡിസൈൻ ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി ഒരു ഡിസൈൻ കൊടുത്തിട്ട് നാച്ചുറൽ വുഡ് കൊണ്ട് തന്നെ നമ്മളൊരു നോബ്സ്, ഡ്രോയേഴ്സ് നോബ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നോബുകൾ കൊണ്ടാണ് അത് ഇവിടെ എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു നോബ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഹൈലൈറ്റ് പറയാനുള്ളത്, മുമ്പ് പറഞ്ഞാൽ ഇവിടെ ട്രാക്ക് ഒന്നുമില്ല, ഫ്ലോറിൽ ട്രാക്ക് ഒന്നുമില്ല, ഇല്ലാതെ തന്നെ ഡോറ് വന്നിരിക്കുന്നു. ഫ്ലോട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടീക്വുഡ് ഫിനിഷിലുള്ള ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നു, റോട്ടോ അടിച്ച് അല്ലേ? ഈ ഡോർ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ നമ്മുടെ ബ്ലോക്ക് ബോർഡ് പ്ലൈവുഡിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ട് ഇൻസൈഡ് കട്ട് ചെയ്ത് മാറ്റി ഇൻസൈഡ് നമ്മൾ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇനിയും അടുത്തത് നമ്മുടെ ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഏരിയയിലേക്കാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച്. എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ ഹോട്ടൽസിലേക്ക്, ബാറുകൾക്ക് എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയാറുണ്ട്.
അപ്പോൾ ആ ഒരു തീമിലല്ല എടുത്തിരിക്കുന്നത്. പക്ഷെ അതൊരു മെയിൻ MD ക്യാബിൻ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു പോസ്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. ചെയർസ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ചെയർസ് ആണ് ഈ പാറ്റേൺസ്. ഒരു ബേജ് തീമില് കസ്റ്റമൈസ് ചെയ്ത ചെയർസ് ആണ്. ലെതർ അല്ലേ? ലെതർ ബേജ് തീമിലും നടക്കുന്നു. അത് റെഡിമെയ്ഡ് ചെയർ ആണ്. നമ്മുടെ ആ ഒരു കോൺഫറൻസ് നമ്മുടെ മെയിൻ ടേബിൾ മാനേജർ ടേബിളിന് ആ ഒരു തീമില് മാച്ചിങ് ആയിട്ടുള്ള ഒരു ചെയർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡും ലാമിനേറ്റും ലാക്കേർഡ് ഗ്ലാസും കമ്പൈനിലാണ് ഇത് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന. ആ ലാക്കേർഡ് ഗ്ലാസ് കൊടുക്കാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഒരു ഗ്രേ തീം കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു പാറ്റേൺ നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ മൊത്തത്തിലൊരു ഗ്രേ ടച്ച് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സാൻഡ് ഫിനിഷ് ഉള്ള ടെക്സ്ചർ ആണ് സാൻഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ ഇതാണ് മൾട്ടിവുഡ്. ഇതെന്ന് കട്ട് ചെയ്ത പീസ് ആകുമ്പോ നമ്മുടെ റിസപ്ഷനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന നോബ് ടൈപ്പ് ഫിനിഷ് വന്നിരുന്ന ഇതിന് ഈ ഒരു ഡിസൈൻ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ടില് ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു കൂടെ ആ കോൺട്രാസ്റ്റ് പിന്നെ ഒരു ഗ്ലൂസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഇത്രയും പീസ് ഓൾമോസ്റ്റ് ഒരു 50 നമ്പേഴ്സ് ഓഫ് പീസസ് അതിനകത്ത് ബാലൻസ് വന്നു. അത് വെറുതെ വേസ്റ്റ് ആവാതിരിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പോർഷൻ മാത്രം WPC കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ നോർമൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. കർട്ടൻസ് നല്ല ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നു. നല്ല ഫിനിഷിങ്. ഡേ ടൈമിൽ വൺ വേ വിഷൻ എന്നുള്ള പർപ്പസിലാണ് ആ ഒരു ഫാബ്രിക് മെറ്റീരിയൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹൈലൈറ്റ് പോർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും നിഷസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന അവാർഡ്സുകൾ ബുക്കുകളൊക്കെ വെക്കാനുള്ള സ്പേസ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും രണ്ട് നിഷസ് കൊടുത്തിട്ടുണ്ട്. അത് അപ് ടു സീലിംഗ് ഹൈറ്റിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ബുക്സുകൾ റഫർ ചെയ്യാനുള്ള ബുക്സുകൾ അവാർഡ്സുകളൊക്കെ പ്ലേസ് ചെയ്യാനുള്ളതും. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ പറഞ്ഞ സെയിം സിമെന്റ് ഫിനിഷുള്ള ലാമിന്റെ കൊടുത്തു. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ ഒരു ഗ്യാപ്പില് കോൺഫറൻസ് റൂമിൽ കണ്ട ആ സെയിം പർപ്പസ് തന്നെ GI ട്യൂബ് കൊടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിമെന്റ് ഫിനിഷ് ആയിട്ടുള്ള ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്ലോറിംഗ് ആണുള്ള ഒരു ഗ്രേ തീമിലാണ്. മൊത്തത്തിൽ ഒരു റൂമിൽ ഒരു ഗ്രേ ആംബിയൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ശരിക്കും ഒരു ഓഫീസ് ആംബിയൻസ് നമ്മൾ ഇത്ര ഒരു ഹോംലി ഫീൽ കിട്ടുന്നുണ്ട്, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വരണം എന്നൊരു തോന്നൽ ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. എന്താ ഒരു ഓഫീസ് സ്പേസിലേക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആ ചോദ്യത്തിൽ തന്നെ അതിനകത്ത് ആൻസർ ഭയങ്കര പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു ഓഫീസ് സ്ഥാപനം നമ്മൾ ജോലി കഴിഞ്ഞ് ടയേർഡായി വീട്ടിൽ ചെല്ലും. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ചെല്ലാണ്ട് നമുക്ക് പല മീൻസ് നമ്മൾ ജോലി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വീട്ടിൽ ചെല്ലേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പൊ ചെന്ന് കയറുന്ന വീടും ആ വീടിന്റെ പരിസരവും ഒരു കാമാൻ കോയിട്ട് എവിടെ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാലും ശരി, എവിടെ ട്രിപ്പ് പോയെന്നാലും ശരി, സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്ര. അതായത് നമ്മളൊരു ഇപ്പൊ 1 വീക്ക് മാറി നിന്നു, വീട്ടിൽ നിന്ന് 1 വീക്ക് മാറി നിന്നു, 2 ഡേയ്സ് മാറി നിന്നു, തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു ഒന്ന് റീഫ്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ആംബിയൻസ് നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. നല്ലൊരു തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി ആ ഒരു ആംബിയൻസ്, അതായത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാവണം. ആ ഒരു ആംബിയൻസ് അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഈ സ്ട്രെസ് ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ടാവും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ആ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആംബിയൻസും അതുപോലത്തെ ഡെവലപ്മെന്റ് ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ 24 hours ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു 8 to 12 hours കൂടുതലും ഓഫീസുകളായിരിക്കും സ്പെൻഡ് ചെയ്യുക. ആ ഓഫീസിലേക്ക് നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് വന്ന് വർക്ക് ചെയ്തെങ്കിലേ ഉള്ളൂ അത് ഇൻകം ജനറേഷനുള്ള ഒരു സോഴ്സ് ആവത്തുള്ളൂ. അപ്പം ആ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടുമുള്ള അവരുടെ ആംബിയൻസിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം അവർ വന്ന് വർക്ക് ചെയ്തെങ്കിലും ആ ഓൺ ടൈമിൽ പ്രൊജക്റ്റുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പ്രൊജക്ടിന്റെ ബേസിലുള്ള എഗ്രിമെന്റ് അടുത്ത നെക്സ്റ്റ് മൂവിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഇവിടുന്ന് പോകുന്നവർ നാളെ വീണ്ടും വരണം. എല്ലാ ദിവസവും ഓഫീസിലേക്ക് തിരിച്ചു വരണം. ആ ഓഫീസിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവിടുത്തെ ആംബിയൻസും അവർക്ക് മൈൻഡ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നമ്മുടെ കൊളീഗ്സിനാണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു പ്ലസന്റ് മൈൻഡാണ്. രാവിലെ അവര് വരാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ഓഫീസിലേക്ക് മാറിയപ്പോഴത്തേക്കും.
സോ അതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗ്രോത്തിനെ കൂടുതൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ അങ്ങനെയുള്ള ഓഫീസ് സ്പേസുകൾ, ഇപ്പം അത് ചെറിയ സ്പേസ് ആയിക്കോട്ടെ വലിയ സ്പേസ് ആയിക്കോട്ടെ, ആ ഒരു കിട്ടുന്ന സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു തീം കാര്യങ്ങൾ, അതിനകത്ത് ലൈറ്റിംഗ് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആംബിയൻസുകൾ, ആ ഒരു തീം, കളർ തീമുകൾ, ഇരിക്കുന്ന ചെയറുകൾ, അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്ന ഫാക്ടേഴ്സാണ്. സോ അങ്ങനെയുള്ളൊരു കൊമേഴ്ഷ്യൽ സ്പേസ് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുന്നവർക്ക് ഈ ഓഫീസ് തന്നെ എക്സാമ്പിളാണ്. അതെ, ഈ ഓഫീസിൽ ഓരോ എലമെന്റും എടുത്തു കഴിഞ്ഞാൽ ഇവൻ റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റ് പോലും വീണ്ടും നമ്മുടെ ഓരോ റൂമിലെയും ഓരോ ലോഞ്ചിലെയും ഈ പറയുന്ന പോലെ അതിന്റെ തീം അനുസരിച്ച്, അതിന്റെ പർപ്പസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവൻ ഓഫീസ് ചെയർസ് പോലും വാങ്ങിച്ചേക്കുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ഡിസൈൻ റൂമിലാണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ച പോലെ ഒരു യെല്ലോ തീം കൊണ്ടുവന്നിട്ടുണ്ട്. യെല്ലോ എന്ന് പെട്ടെന്ന് നമ്മുടെ ഒരു ഐ കോണ്ടാക്ട് ചെയ്തിരുന്ന ഒരു കളറാണ്. അപ്പൊ അവിടെ ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവണം. പിന്നെ എല്ലാ റൂമിലും, ഓരോ റൂമിലും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. ആ പർപ്പസോളി അത് യൂസ്ഫുൾ ആവുകയും ചെയ്യണം. സോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അത് എത്ര ഇപ്പം ചെറിയ 200 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, 10,000 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ടീം മെമ്പേഴ്സ്, അവർക്കും ഒരു ഡെയിലി വന്ന് ചെയ്യണം എന്നുള്ളൊരു മൈൻഡോടെ അവർക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് എല്ലാവരും ഒരു റെമ്യൂണറേഷന് വേണ്ടി മാത്രമല്ല, ഒരു പ്ലസന്റ് മൈൻഡ് ഉണ്ടാവണം. കാരണം അവർ വരുന്ന സാഹചര്യം പല ഡിഫറെന്റ് വീടുകളാണ്, ഡിഫറെന്റ് പേരൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് ഒന്നാമത് ഒരു ചെറിയ ഹെഡേക്ക് ഉള്ള ഒരു ട്രേഡാണ്. അതെ അതെ അതെ. പ്രോജക്ട് എക്സിക്യൂഷൻ, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയും. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തൊട്ടേ പ്രഷർ കാര്യങ്ങള്, അത് ഫ്രം ദ ടോപ്പ് ലെവൽ തൊട്ട് ബോട്ടം ലെവൽ വരെ എല്ലാവർക്കും ഒരേപോലെ പോകുന്ന ഒരു സെക്ഷനാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇൻഹൗസ് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് സ്ട്രെസ് പോകുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ആംബിയൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലസന്റ് മൈൻഡോട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ പ്രൊഡക്ടിവിറ്റിയും റിസൾട്ടും നമുക്ക് കൂട്ടാൻ പറ്റും. അതിലൂടെയാണ് ബാക്കി ഇൻകം ജനറേഷനുള്ള സോഴ്സുകൾ കൂടുന്നതും. അങ്ങനത്തെ കുറെ സപ്പോർട്ടുകൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഫീസിന്റെ ആംബിയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓഫീസ് സ്പേസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡു വിസിറ്റ് അവർ ഓഫീസ്, എക്സ്പ്ലോർ ചെയ്യുക, കാര്യങ്ങൾ കാണുക, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ പെർമനന്റ് എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് സ്പേസ് എന്ന് മാത്രമല്ല, റെസിഡൻഷ്യൽ പ്രോജക്റ്റിലേക്കുള്ള എല്ലാ എലമെന്റുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബെഡ്റൂംസ്, കിച്ചൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രോജക്റ്റുകളിലേക്ക് വരിക. അതെ. അപ്പൊ ആ പ്രൊജക്ടുകൾ കണ്ടതിന് ശേഷമാണ് തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് ഓരോ പ്രൊജക്ടുകൾ കാണുമ്പോഴായിരിക്കും ഓരോ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അതിന് നെക്സ്റ്റ് പുതിയ പുതിയ സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസൈൻ ട്രെൻഡുകളിലേക്ക് കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ സപ്പോർട്ട് കൊടുത്തേ പറ്റും. അപ്പൊ അതിന് അവർക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്താനായിട്ടുള്ള ഒരു മെയിൻ പർപ്പസുള്ളിയാണ് ഈ ഒരു ഓഫീസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പം ഒരു IT ഫീൽഡ്, ഇപ്പം കോർപ്പറേറ്റ് ഓഫീസുകൾക്കാണെങ്കിൽ പോലും ഈ ഒരു തീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലായിടത്തും ഈ സെയിം ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വർക്ക് ചെയ്യാന്നുള്ള പർപ്പസാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു ഓഫീസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഡു ഫോളോ us. I'm Sebi from Sepco. Tija from Blue Wave Interiors. Thank you. Thank you.